Welcome back to Beta Squirrel. നമ്മൾ abstract class create ചെയ്ത് abstract function declare ചെയ്ത സമയത്ത് നമ്മൾ protected അല്ലെങ്കിൽ public ഈ രണ്ട് access modifiers കൊടുത്തിരുന്നു. പക്ഷേ ഇവിടെ മൂന്നാമത്തെ access modifier ആയ private നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. കാരണം abstract class എന്ന് പറയുന്നത് വേറെ extend ചെയ്യുന്ന class implement ചെയ്യുന്ന function ആണ് ഈ abstract function. പ്രൈവറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ ഈ ഒരു ക്ലാസ്സിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളതുകൊണ്ട് ഒരിക്കലും അബ്സ്ട്രാക്ട് ഫംഗ്ഷനെ പ്രൈവറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് ഉദാഹരണത്തിന് കാറ്റ് എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ സി ആനിമൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻ്റർഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സി ആനിമൽ എന്നുള്ള ഫംഗ്ഷനാലിറ്റിയും യൂസ് ചെയ്യാം. പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്ന ഇൻ്റർഫേസിലുള്ള ഫംഗ്ഷനാലിറ്റിയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. PHPയിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു സിംഗിൾ ഇൻഹെറിറ്റൻസ് മാത്രമേ PHP സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ളത്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, അതായത് മൾട്ടിപ്പിൾ ക്ലാസ് എന്ന് നമുക്ക് ഫംഗ്ഷനാലിറ്റി റീയൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നുള്ള ഒരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒന്ന് ഒരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യാം, രണ്ടാമത്തത് ഇൻ്റർഫേസ് ആണെങ്കിൽ ആ ഇൻ്റർഫേസിൻ്റെ ഫംഗ്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അവിടെ നമ്മൾ റീയൂസ് ചെയ്യല്ല, ഫംഗ്ഷൻ നമ്മൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. അത് വീണ്ടും റിപ്പീറ്റേറ്റീവ് കോഡായിരിക്കും. ഇനി അതല്ല നമുക്ക് ഒന്നിലധികം ക്ലാസ്സിലുള്ള ഫംഗ്ഷൻസ് ഇങ്ങനെ റീയൂസ് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേറ്റ് യൂസ് ചെയ്യാൻ പറ്റും. PHPയിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് നമുക്ക് ട്രേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ട്രേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് എനിക്കിവിടെ ഒരു ലോഗർ ട്രേറ്റ് ഉണ്ട്, എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമ്മളൊരു ട്രേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ട്രേറ്റ് എന്ന് പറയുന്ന കീവേഡ് കൊടുത്തിട്ട് ആ ട്രേറ്റിൻ്റെ നെയിം കൊടുക്കും. ലോഗർ ട്രേറ്റ് എന്നാണ്, ലോഗർ എന്നാക്കി മാറ്റാം. ട്രേറ്റ് എന്ന് പറയുന്ന കീവേഡ് കൊടുത്ത് സ്പേസ് ഇട്ടിട്ട് ആ ക്ലാസിൻ്റെ പേര് കൊടുക്കും, അതായത് ആ ട്രേറ്റിൻ്റെ പേര് കൊടുക്കും. അതിനുശേഷം കേർലി ബ്രേസ് ഇട്ട് ബോഡി ഓപ്പൺ ചെയ്തിട്ട് അതിലാണ് നമ്മൾ റീയൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ എഴുതുന്നത്. ഇവിടെ എനിക്ക് ലോഗ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഒരു സ്ട്രിങ് മെസ്സേജ് ആണ് അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. അവിടെ ജസ്റ്റ് എക്കോയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ നമ്മളൊരു സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ലോഗിങ് മെക്കാനിസം ഉണ്ടാവും. ഒന്നെങ്കിൽ ഡാറ്റാബേസിലേക്കോ അല്ലെങ്കിൽ ഫയലിലേക്കോ ഓരോ പ്രോസസ്സ് നമ്മൾ ലോഗ് ചെയ്യും. പിന്നീട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ലീഗൽ ഇഷ്യൂസോ പ്രൊസീഡിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ലോഗ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലോഗിങ് ഫംഗ്ഷനാലിറ്റി എപ്പോഴും നമ്മളൊരു സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരിക്കണം. ഇവിടെ ഞാൻ ജസ്റ്റ് എക്കോ ചെയ്യുന്നുള്ളൂ, ആ ജസ്റ്റ് മെസ്സേജ് എക്കോ ചെയ്യുന്നുള്ളൂ. ലോഗിങ് മെസ്സേജ് ആ ഒരു വേരിയബിൾ എക്കോ ചെയ്യും. അതാണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ഒന്നിലധികം ക്ലാസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. എനിക്ക് യൂസർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ആ ഒരു ക്ലാസ്സിൽ നെയിം ഉണ്ട്, ഒരു പ്രൈവറ്റ് വേരിയബിൾ ആണ്. അതേപോലെ ഒരു കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ഉണ്ട്. അതിലേക്ക് സ്ട്രിങ് നെയിം പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നെയിം സെറ്റ് ചെയ്യും. അതിനുശേഷം നെയിം ഗെറ്റ് ചെയ്യാനുള്ള ഒരു ഗെറ്റർ ഫംഗ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ രജിസ്റ്റർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെയാണ് യൂസർ രജിസ്ട്രേഷൻ്റെ കോഡ് ഇവിടെയാണ് ഉണ്ടാവുക. ആക്ച്വലി ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് എക്കോ ചെയ്യുന്നുള്ളൂ. ആക്ച്വൽ ഫംഗ്ഷനാലിറ്റി ഇവിടെയാണുള്ളതെന്നുള്ള അസ്യൂം ചെയ്യുക. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു ലോഗ് ചെയ്യണം. ഈ യൂസർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു ലോഗ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ലോഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ നെയിം സ്പേസ് ഒക്കെ ഒരു ക്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലാസ്സിൻ്റെ തൊട്ട് മുമ്പായിട്ടായിരുന്നു യൂസ് എന്ന് പറയുന്ന കീവേഡ് കൊടുത്തിട്ട് ആ ഒരു നെയിം സ്പേസ് അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പേര് കൊടുത്തിരുന്നത്. നമ്മളൊരു ട്രേറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ക്ലാസ്സിൻ്റെ ബോഡീൻ്റെ ഉള്ളിലാണ് നമ്മൾ ലോഗർ എന്ന് പറയുന്ന ആ ഒരു ട്രേറ്റിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. യൂസ് സ്പേസ് ലോഗർ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ ലോഗർ എന്ന് പറയുന്ന ആ ഒരു ട്രേറ്റിലുള്ള ഫംഗ്ഷൻ ഈ ഒരു ക്ലാസ്സിൻ്റെ ഭാഗമായി മാറും. അതായത് അവിടെ നമുക്ക് ലോഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ലോഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഡയറക്റ്റ് നമുക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ക്ലാസ്സിലുള്ള ഫംഗ്ഷൻ എങ്ങനെയാണ് കോൾ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് കോൾ ചെയ്യാം. ഇവിടെ ദിസ് ലോഗ് അതിലേക്കൊരു മെസ്സേജാണ് നമ്മൾ പാസ് ചെയ്യുന്ന സ്ട്രിങ് മെസ്സേജ്, യൂസർ രജിസ്റ്റേർഡ്, എന്നിട്ട് നമ്മളെ നെയിം എന്താണ് അതും കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ PHPയിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ നമുക്കൊരു വേരിയബിൾ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, റെൻഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കേർലി ബ്രേസ് ഉപയോഗിക്കാം. ഒരു കേർലി ബ്രേസ് അതിനുള്ളിൽ നമ്മൾ വേരിയബിൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു വേരിയബിളിലുള്ള വാല്യൂ അവിടെ റെൻഡർ ആവും. അതിനുശേഷം എക്കോ യൂസർ
യൂസർ നെയിം ഹാസ് ബീൻ രജിസ്റ്റേർഡ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്. ഇതൊരു ഫംഗ്ഷനാലിറ്റി ആണെന്ന് അസ്യൂം ചെയ്യുക. ഫുൾ ഫംഗ്ഷനാലിറ്റിയാണ് രജിസ്ട്രേഷൻ്റെ. ഇങ്ങനെയാണ് നമ്മളൊരു ക്ലാസ്സിൽ ട്രേറ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്സ്റ്റെൻസ്, ഈ ക്ലാസ് വേറെ ഏതെങ്കിലും ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യുക. അത് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നില്ല. അതിൻ്റെ പുറത്ത്, അതിൻ്റെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, അതാണ് നമുക്ക് വേറെ എക്സ്ട്രാ ഫംഗ്ഷനാലിറ്റീസ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മളൊരു ട്രേറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി order.php എന്ന് പറഞ്ഞ ഒരു ക്ലാസ്സും കൂടെ ഉണ്ട്, ഓർഡർ ക്ലാസ് ഉണ്ട്. അവിടെയും നമുക്ക് ഈ ഒരു ലോഗർ യൂസ് ചെയ്യണം. അവിടെ ആ ഒരു മെസ്സേജ് വേറെ ആയിരിക്കും, അതായത് ഓർഡർ പ്രോസസ്ഡ് എന്താണ് ഓർഡർ ഐ ഡിയും കൂടെ ഉണ്ടാവും. അപ്പോൾ ഒരു എല്ലായിടത്തും സ്ട്രിങ് മെസ്സേജാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ലോഗ് ഫംഗ്ഷൻ നമ്മൾ വീണ്ടും ഓരോ ക്ലാസ്സിലും എഴുതേണ്ട ആവശ്യമില്ല. നമുക്കൊരു ട്രേറ്റിൽ എഴുതി കഴിഞ്ഞാൽ ആ ഒരു ട്രേറ്റിനെ നമുക്ക് എവിടെ വേണമെങ്കിലും റീയൂസ് ചെയ്യാൻ പറ്റും. ഇനി അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളൊരു ക്ലാസ്സിന് ന്യൂ യൂസർ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്, ന്യൂ യൂസർ ഓഫ് ജോൺ ഡോ. അപ്പോൾ ആ ഒരു നെയിം സെറ്റ് ചെയ്യും, എന്നിട്ട് രജിസ്റ്റർ എന്ന് പറയുന്ന ക്ലാസ് വിളിക്കും ആ ഒബ്ജക്റ്റിൽ. പിന്നെ നമ്മളൊരു ഓർഡർ പ്രോസസ്സ് ചെയ്യുന്നു, അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുന്നുണ്ട്. ഇതിൽ നമുക്കൊരു എറർ കിട്ടും. നമുക്ക് നോക്കാം എന്താണെന്ന്. നമുക്കിവിടെ ക്ലാസ് യൂസർ നോട്ട് ഫൗണ്ട് index.phpയിൽ യൂസർ എന്ന് പറയുന്ന ക്ലാസ്സിന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ക്ലാസ് കാണുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ആ ക്ലാസ് നമ്മൾ ഈ ഫയലിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല, ഈ ക്ലാസ് ഉണ്ടാക്കിയിട്ടില്ല, വേറെ ഫയലിലാണുള്ളത്. വേറെ ഫയലിലുള്ള കണ്ടൻറ്റ് ഒരു PHP ഫയലിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ റിക്വയറോ അല്ലെങ്കിൽ ഇൻക്ലൂഡോ ചെയ്തിരിക്കണം. അപ്പോൾ ഞാനിവിടെ റിക്വയർ വൺസ് കൊടുക്കുകയാണ്. ഞാൻ റിക്വയർ വൺസ് user.php കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ട്രേറ്റ് ലോഗർ നോട്ട് ഫൗണ്ട് user.phpയിൽ ആ ഒരു ലോഗർ എന്ന് പറയുന്ന ട്രേറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. കാരണം ട്രേറ്റ് നമ്മൾ എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്യുന്നുണ്ട്, യൂസൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേങ്കിൽ നമ്മൾ അവിടെയും ആ ഒരു ട്രേറ്റ് ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആ ഒരു എററും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിങ് മെസ്സേജ് യൂസർ രജിസ്റ്റേർഡ് ജോൺ ഡോ എന്ന് പറഞ്ഞു, യൂസർ ജോൺ ഡോ ഹാസ് ബീൻ രജിസ്റ്റേർഡ്. ഇതാണ് ലോഗിങ് മെസ്സേജ് ട്രേറ്റ് എന്ന് വന്നത്. അതിനുശേഷം നമ്മൾ ആ ഒരു ക്ലാസ് എന്നുള്ള ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഓർഡറിലും ഇതേപോലെ തന്നെ എറർ വന്നിട്ടുണ്ട്, ക്ലാസ് ഓർഡർ നോട്ട് ഫൗണ്ട്. എവിടെയാണ് index.php. അപ്പോൾ index.phpയിൽ നമുക്ക് ആ ഒരു ഓർഡർ ക്ലാസ് കൂടെ റിക്വയർ ചെയ്യണം. order.php റിക്വയർ ചെയ്തു. അതേപോലെ തന്നെ ഓർഡറിൽ നമ്മൾ ലോഗർ PHP റിക്വയർ ചെയ്യണം. ഇനി റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടെന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. രണ്ടിൻ്റെ ലോഗർ മെസ്സേജും രണ്ടിൻ്റെ പ്രോസസ്സിങ് മെസ്സേജും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളൊരു PHPയിൽ ട്രേറ്റ് യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അച്ചീവ് ചെയ്യുന്നത്.